ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നതേ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അധികം പേർക്കും കാണാനൊക്കെ ഇഷ്ടമുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്നാണ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അതിനൊക്കെ ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത്. വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്കൂളുള്ള ദിവസമാണ്. ആൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. രാവിലെ പപ്പടം കാച്ചി ഇതൊക്കെ എടുത്തിട്ട് പോവുകയാണ്. സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പപ്പടമൊക്കെ കാച്ചി വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ആൾ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കഴിക്കുന്ന നേരം കൊണ്ട് കുറച്ച് നേരം നമുക്ക് ടി വിയും കാണാമെന്ന് പറഞ്ഞിട്ട് ആൾ ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം തന്നെ പോയിട്ട് വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ പെറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയൊരു വെയിലൊക്കെ കണ്ടു രാവിലെ തന്നെ. അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ തന്നെ തുണികളൊക്കെ തിരുമ്പിയിട്ടാൽ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ തുണികൾ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു എന്തോ ഒരു അങ്കലാപ്പല്ലേ. അപ്പോൾ അങ്ങനെ തുണികളൊക്കെ ഇട്ടു. പിന്നെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. നമ്മുടെ തൊടി നിറയെ കാശിത്തുമ്പ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നാടൻ കാശിത്തുമ്പ തന്നെയാണ്, ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷം മുന്നേ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊടിയിൽ ഒരു നിറയെ നമ്മുടെ ചോത്ത കളർ ഉണ്ട കാശിത്തുമ്പല്ലേ അതൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സാധാ കാശിത്തുമ്പയും പിന്നെ അമ്മ നട്ട ചെണ്ടുമല്ലികളൊക്കെ ഉള്ളു. അപ്പോൾ ഈ ചെണ്ടുമല്ലിയിൽ കണ്ടില്ലേ ഒറ്റ തണ്ടിൽ 2 പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സയാമി ചിരട്ടകളെ പോലെ അവരങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി നിന്നപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തെ എണ്ണയും കൂടി ഒന്ന് നോക്കണോ എന്ന് പറഞ്ഞിട്ട് ആ മഞ്ഞ ചെണ്ടുമല്ലി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളെയും കൂടി നോക്കി. ആളാണെന്നുണ്ടെങ്കിൽ നിറയെ മുട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. 2-3 ചില്ലയായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ചില്ലയും ശാഖയും കൊമ്പൊക്കെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലൊക്കെ നിറയെ മുട്ടുണ്ട്. അതൊക്കെ നോക്കി നിന്നപ്പോഴാണ് ഞാൻ ഗ്രോ ബാഗിൽ നട്ട നമ്മുടെ മുളക് കൂട്ടന്മാരുടെ അടുത്തേക്ക് ഒന്ന് പോയത് കേട്ടോ. അപ്പോൾ വെറുതെ ഗ്രോ ബാഗിലൊന്ന് നമ്മൾ വിത്തൊക്കെ പാവി വെച്ചതാണ്. വളരുമോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്ന മുളകിൻ്റെ വിത്തായിരുന്നു കേട്ടോ. അങ്ങനെ വിത്തൊക്കെ പാവി കുറേ തൈ നമ്മുടെ അമ്മാവൻ്റെ വീട്ടിലേക്കും പിന്നെ നമ്മുടെ അപ്പുറത്തെ അമ്മായിയുടെ വീട്ടിലേക്കൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലേക്കൊക്കെ കൊടുത്തു, അയൽവാസിക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. പിന്നെ ബാക്കി അങ്ങനെ നമ്മളിവിടെ നിർത്തിയതാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളകുണ്ടായിട്ടോ. അപ്പോൾ ഈ ഒരു ചെടി മുളക് ഉണ്ടാവലൊക്കെ കഴിഞ്ഞ് ഏകദേശം മഞ്ഞ കളർ കയറിയിട്ട് നിൽക്കുകയാണ്. എന്നാലും അതിൽ മുളകൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പുറത്തെ തൈയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയതാണ്. ഒരു മുളകിനെ ചുവന്ന് പഴുത്ത് തുടുത്ത് നല്ല സുന്ദര കുട്ടനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളെ ഒന്ന് പിടിച്ച് നോക്കുമ്പോണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഓട്ട. അപ്പോൾ ആരോ വന്നൊന്ന് കൊത്തി നോക്കിയതാ തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ മയിലുകളുടെ ശല്യം ഭയങ്കരമല്ലേ. അപ്പോൾ ഇവിടെ നിറയെ മയിലുകളുണ്ട് കേട്ടോ. നമ്മുടെ അമ്മാവൻ വെച്ച മുളക് മുഴുവൻ മയിൽ കൂട്ടന്മാർ വന്ന് തിന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടി അവർ പോകുന്നുണ്ട്. ഇതുമ്മയ്ക്ക് കണ്ണെത്തിയിട്ടില്ല എന്നാണ് തോന്നണത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇവനെ വെച്ചിട്ടിരുന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് പറിച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുപ്പിൻ്റെ അവിടെ ഇട്ടിട്ട് ബാക്കി അങ്ങോട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ കാണിക്കുന്നത് നമുക്ക് ഓണത്തിന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലുള്ള ഒരു നേന്ത്രവാഴയുടെ കൊലയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വില്ലേജിൽ നിന്ന്, അതായത് നമ്മുടെ കൃഷി ഓഫീസിൽ നിന്ന്, വില്ലേജിൻ്റെ തൊട്ടാണ് കേട്ടോ നമ്മുടെ കൃഷി ഓഫീസ്, അതുകൊണ്ടാണ് ഞാൻ വില്ലേജിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയൊരു നേന്ത്രവാഴയുടെ തയ്യായിരുന്നു. അത് തയ്യായിട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ആഴം കന്നായിട്ടല്ല കിട്ടുക, തയ്യായിട്ട് ചെറിയ തയ്യായിട്ടാണ് കിട്ടുക. അങ്ങനെ കിട്ടിയതായിരുന്നു. അപ്പോൾ അതിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മൾ പയറൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. അത് അല്ലെങ്കിൽ ഓണ സമയത്തൊക്കെ നമുക്ക് പയർ കിട്ടേണ്ടതാണ്. ഇപ്രാവശ്യം ഞങ്ങൾ നട്ടത് കുറച്ച് ലേറ്റായിട്ട് ആയതുകൊണ്ട് തന്നെ ഓണത്തിനൊന്നും പയർ കിട്ടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് നടത്തൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ വന്ന് അകത്തേക്ക് കയറി. അപ്പോൾ ശ്രീകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ കേട്ടെഴുത്തെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇംഗ്ലീഷും മലയാളവും ഒക്കെ കേട്ടെഴുത്തെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അതൊക്കെ ഒന്ന് വെറുതെ എഴുതിച്ച് നോക്കിയതാണ്. അപ്പോൾ ആൾ വലിയ കുഴപ്പമില്ലാണ്ട് എഴുതി. ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് എത്രത്തോളം ശരിയാവുന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും അതിനുള്ള വയസ്സും ഇതൊക്കെയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ പറ്റുന്ന പോലെ എഴുതട്ടെ. തുമ്പിയെ കൊണ്ട് നമ്മൾ വെറുതെ കല്ലെടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നാലും ഞാൻ ഈ പറയണ പോലെയൊന്നുമല്ല കേട്ടോ. പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ചിലപ്പോൾ എൻ്റെ അടിയൊക്കെ കിട്ടും. അപ്പോൾ ഏട്ടൻ്റെ എനിക്ക് നല്ല ചീത്തയും കേൾക്കാറുണ്ട് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ തീരെ ക്ഷമയല്ലേ. പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റിച്ചാൽ ഞാൻ നല്ലതുപോലെ ചീത്ത പറയും. അപ്പോൾ ചിലപ്പോൾ ഒരു അടിയും കൊടുക്കും. അപ്പോൾ വരും ഏട്ടൻ, എന്താടി കുട്ടീനെ എന്താ കാട്ടിയെന്ന് ചോദിച്ചിട്ട് കേട്ടോ. ചിലപ്പോൾ നല്ല ചീത്ത എനിക്കും കേൾക്കും. അങ്ങനെ നമ്മൾ ശ്രീകുട്ടീനെ എഴുത്തും പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി വരാനായി. അപ്പോൾ പിന്നെ നേരെ റെഡി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം വന്നത് മുടിയൊക്കെ 2 പുറത്തേക്ക് ചീന്തി കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ നല്ല പാടാണ് കേട്ടോ. അടുത്ത ജടയൊക്കെ കളഞ്ഞിട്ട് കെട്ടിക്കൊടുക്കാൻ. എൻ്റെ അതേ സെയിം മുടിയാണ് നമ്മുടെ ശ്രീകുട്ടിക്കും കിട്ടിയിട്ടുള്ളത്. അങ്ങനെ മുടിയൊക്കെ ചീന്തി കെട്ടിക്കൊടുത്ത് റിബണും കെട്ടി വിട്ടിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഇതാ മേക്കപ്പിനിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്രീമൊന്നും ഞങ്ങൾ സ്ഥിരമായി തേക്കണ പരിപാടിയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഏട്ടനെ പൗഡർ വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടപ്പോൾ ഏട്ടൻ പൗഡർ ആണെന്ന് വിചാരിച്ചിട്ട് എടുത്തു കൊടുക്കുന്നത് ഈ ഒരു ക്രീമായിരുന്നു കേട്ടോ. അപ്പോൾ എൻജെൻഡറിൻ്റെ ഒരു ക്രീമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇപ്പോൾ ശ്രീകുട്ടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതൊക്കെ തേക്കൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് ഇതാ കണ്ണും പിരികും ഒക്കെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്ഥിരം പരിപാടിയാണ് ആൾക്ക് ഐലൈനർ എഴുതണം എന്നുള്ളത്. ഐലൈനർ എഴുതി. അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ പൊട്ടന്നെ വെക്കണം. ഞാൻ വെക്കണത് ഇത്തിരി വലിപ്പമുള്ള പൊട്ടാണല്ലോ, അപ്പോൾ ആ പൊട്ടന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂണിഫോമൊക്കെ ഞാൻ തേച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വേഗം യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിഫോമൊക്കെ തയ്ച്ചു തന്നത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. മഞ്ജു ചേച്ചിയാണ് നമുക്ക് യൂണിഫോമൊക്കെ തയ്ച്ചു തന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ശ്രീകുട്ടിക്ക് കഴിഞ്ഞ വർഷമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുകൊണ്ടേ എവിടെയാണ് ഇപ്പോൾ യൂണിഫോം അടിക്കാൻ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചേച്ചീനെ വിളിച്ച് ചോദിച്ചപ്പോൾ ചേച്ചിയുടെ മോൾക്കൊക്കെ ചേച്ചിയാണ് അടിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് അടിച്ചു തന്നതാണ്. അപ്പോൾ നമ്മുടെ ശ്രീകുട്ടി ഇത് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ വണ്ടിയൊക്കെ വന്നു. ശ്രീകുട്ടി സ്കൂളിലേക്കൊക്കെ പോയി. അപ്പോഴേക്കും നമ്മുടെ വാഷിംഗ് മെഷീൻ അവിടെ കിടന്ന് പീ 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 പറഞ്ഞിട്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. തുണിയൊക്കെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ തുണികളൊക്കെ എടുത്തിട്ട് നേരെ ഇതാ കൊടുന്ന് വിരിച്ചിടുകയാണ്. അങ്ങനെ തുണികളെല്ലാം കൂടെ പെറുക്കി കൊടുന്നിട്ട് വിരിച്ചിടുന്ന സമയത്ത് നമ്മുടെ അഴ കുറച്ച് ഉയരത്തിലാണ് കേട്ടോ. അതായത് അഴയിൽ ഇങ്ങനെ തുണി ഇട്ടാൽ തൂങ്ങും. അപ്പോൾ നടുവിൽ ഞങ്ങളൊരു കമ്പ് വെച്ചിട്ട് കെട്ടി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തുണി ഇടണം എന്നുണ്ടെങ്കിൽ ഈ സംഭവത്തിലേക്ക് എത്തില്ല. അപ്പോൾ ഞാൻ എന്ത് കാണിക്കും, ഈ കൊമ്പിനെ മെല്ലെ എടുത്തിട്ടൊന്നും ഇങ്ങനെ ചാച്ചി വെക്കും കേട്ടോ. എന്നിട്ടാണ് തുണികളൊക്കെ ഇടുക. തുണികൾ ഇടൽ കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കോലിനെ എടുത്തിട്ട് നേരെ കൊണ്ട് വെക്കും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, തുണികൾ ചാഞ്ഞ് കിടക്കില്ല, മണ്ണിൽ തട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിൽ തട്ടില്ല, പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിങ്ങനെ തട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് വെച്ചതാണ് കേട്ടോ ആ കോല്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊന്നു പോലെ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം നമ്മുടെ വാഷിംഗ് മെഷീൻ കേട്ടോ. ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് ആദ്യത്തെ ആ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ വാങ്ങിയതാണ്. തിരുമ്പാനൊന്നും പറ്റില്ലല്ലോ കല്ലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അതെന്തായാലും എനിക്ക് ഉപകാരമായി. രണ്ടാമത്തെ ഓപ്പറേഷനും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. അങ്ങനെ അതിനെ ഞാനിതാ പുതപ്പൊക്കെ ഇട്ട് പുതച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെയിലായാലും മഴ ആയാലും അതിലേക്ക് ഇങ്ങനെ ചാറ്റലൊക്കെ അടിക്കും. അപ്പോൾ അത് തട്ടണ്ട വിചാരിച്ചിട്ട് അതൊക്കെ പുതച്ചു കൊടുത്തു. അപ്പോഴേക്കും മോനേട്ട പാലൊക്കെ കൊടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പാലൊക്കെ എടുത്ത് അകത്ത് കൊടുന്ന് വെച്ചു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലെ എത്ര നേരമായിട്ടും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ അമ്മ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു 2 ഇഡ്ഡലിയും അതുപോലെ ഉള്ളിച്ചമ്മന്തിയൊക്കെ എടുത്തിട്ട് ഇതാ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ ആ നേരത്ത് ചോറിന് ഉള്ള വെള്ളം അടുപ്പത്തൊക്കെ വെക്കുന്നുണ്ട്. ചോറിൻ്റെ പണിയൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഓരോരോ പണികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ അമ്മ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് എല്ലാ പണിയും കൂടി ആയത് എന്ന്. അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പണികളൊക്കെ ചെയ്യുക. എനിക്കിങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എല്ലാം കൂടെ ഒന്നും ചെയ്യാനും ഇതാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ ചെയ്യുന്നല്ലാണ്ട് ബാക്കി പണികളൊക്കെ നമുക്കിപ്പോൾ അമ്മ തന്നെയാണ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ എല്ലാം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇതാ 2 ഇഡ്ഡലിയായിട്ട് ഞാൻ എന്താ വലിയ ഇതിൽ വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. രാവിലത്തെ നേരം ലേറ്റായിട്ട് കഴിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. ഞാൻ എപ്പോഴും ഇത്ര തന്നെ കഴിക്കുള്ളൂ. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വളരെ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നീച്ച് നടക്കണത് തന്നെ ഇതാ ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ. ഗുളികകളിലാണ്. ഒരു പിടി ഗുളിക ഉണ്ട്, അതൊക്കെ എടുത്ത് നേരെ വായിലിട്ടു. പിന്നെ കുറച്ച് നേരം കിടന്നു കേട്ടോ. ശ്രീകുട്ടറെ കൂടെ രാവിലെ നീച്ചിട്ട് ഇങ്ങനെ നടക്കണോണ്ട് തന്നെ നടുവിന് ഇങ്ങനെ വല്ലാത്ത വേദന വരും. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നിൽക്കാനും നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. എൻ്റെ അവസ്ഥയൊക്കെ ഏറെക്കുറെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി കുറേ നേരം കിടന്നു. അപ്പോഴേക്കും അമ്മ അവിടെ അടിക്കലും തുടയ്ക്കലും പണികളൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ചില നേരത്ത് അവരിങ്ങനെ അവിടെ പണിയെടുക്കുക, നമ്മളിവിടെ ഇങ്ങനെ കിടക്കുക അറിയുമ്പോൾ അങ്ങനെ എന്തോ മാതിരിയൊക്കെ തോന്നും കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, നമ്മുടെ അവസ്ഥ ഇപ്പം അങ്ങനെ ആയിപ്പോയല്ലോ. പണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, അമ്മ അങ്ങനെ ഇരിക്കും, ഞാനെല്ലാം പണിയെടുക്കുക അങ്ങനെയായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റും ആയിട്ടുണ്ട്. എന്താ ചെയ്യുക, മനുഷ്യർക്ക് ഓരോരോ അവസ്ഥകൾ വരുന്നത് അങ്ങനെയല്ലേ അല്ലേ. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അമ്മയ്ക്ക് വീണ്ടും റെസ്റ്റ് ആവും. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നീച്ച് വന്നിട്ട് ഇതാ പാല് കാച്ചാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പാല് കാച്ചാൻ എടുത്തിട്ട് വന്നിട്ട് നോക്കുമ്പോഴാണ് ഞാനവിടെ കിടന്ന സമയം കൊണ്ട് നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ പാലൊക്കെ കാച്ചട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പാല് നമ്മളെപ്പോഴും കാച്ചുന്ന സമയത്ത് പാൽ ഒഴിച്ചതിന് ശേഷം കുപ്പിയിൽ നിന്ന് പാലെടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ആ കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് നമ്മൾ കുലുക്കി ഒഴിക്കും കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാല് കുപ്പിയിൽ തന്നെ കുറച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ
പശുവിൻ്റെ കറവ പറ്റും എന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടണത്. അപ്പോൾ സത്യമാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പാപം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ പശുവിനെ ദ്രോഹിക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് കുപ്പിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചുഴറ്റി നമ്മുടെ പാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ വെച്ച കഥ ഇനി ഞാൻ പറഞ്ഞു തരാം. സാമ്പാറിന് വേറെ കഷ്ണങ്ങളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പരിപ്പും ഒരു കുമ്പളങ്ങയും ഒരു 2 ഉള്ളി 2 തക്കാളി അതുപോലെ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അതിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചു. പിന്നെ തേങ്ങ നന്നായിട്ട് നമ്മുടെ എണ്ണ വെച്ചിട്ടാണ്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവട്ട് പൊട്ടിച്ച് തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് അരച്ചിട്ട് ഒഴിക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ കുറച്ച് കടുകും കരിവേപ്പിലയും ഇട്ടങ്ങോട്ട് പൊട്ടിക്കും. അത്രേ ഉള്ളൂ സാമ്പാർ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നിങ്ങളൊക്കെ സാമ്പാർ വെക്കണവർ തന്നെ ആവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുമൊന്നും വേണ്ട. എന്നാലും ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഉള്ള സമയം അങ്ങോട്ട് പറയണ്ടേ. അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ സാമ്പാർ അവിടെ ആയിട്ടുണ്ട്. പാലും കാച്ചിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വത്തുമണിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവുക അവനെ കാണാൻ, അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും കേട്ടോ ഞങ്ങളെ കാണാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പോയി കുറച്ച് നേരം അവൻ്റെ കൂടെ അവിടെ ഇരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ അവിടെ TV വെച്ചിട്ട് പൂപ്പിയുടെ പാട്ടൊക്കെ കണ്ടിട്ടുള്ള ഭയങ്കര കളിയിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ വിളിച്ചാൽ പിന്നെ അവൻ മൈൻഡ് ചെയ്യൊന്നുമില്ല. TV കണ്ടായിരിക്കും ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ കുറേ നേരം അവൻ്റെ കൂടെ അവിടെ ദിവാങ്കോട്ടിൽ കിടന്ന് TV ഒക്കെ കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ച വരണ്ടായ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കൂടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.